ഇത്രയും വിട്ടിത്തരം 1.5 കോടി രൂപ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞിട്ട് 10,000 രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ഇത് ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ ഗജഫ്രാഡല്ലേ അവനിത് ആർക്ക് വേണ്ടി ചെയ്തു? അവൻ എന്തിനു വേണ്ടി ദിലീപിന്റെ പേര് പറഞ്ഞു? ഇതാണ് സത്യത്തിൽ കണ്ടുപിടിക്കേണ്ടത്. എവിടെയാണ് ദിലീപ് പ്രേക്ഷകരുടെ മുന്നിൽ കുറ്റക്കാരനായത്? പൾസർ സുനി എന്ന് പറയുന്ന ഒരുവൻ സത്യം പറഞ്ഞാൽ അഖിൽ മാരാർക്ക് ദിലീപിൻ്റെ അടുത്ത് എന്ത് കിട്ടി, അല്ലെങ്കിൽ അഖിൽ മാരാരും ദിലീപും തമ്മിൽ എന്താണ് ആ ഒരു കണക്ഷൻ? അഖിൽ മാരാരെ ഇതുപോലെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ള ആ ഒരു ഘടകം എന്താണെന്നുള്ള ഒരു സംഗതിയാണ് എനിക്ക് തോന്നുന്നത് അന്വേഷിക്കേണ്ടത് കേട്ടോ. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, 2017 ആ മലയാള സിനിമയിൽ നടി പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം അതിൽ പൾസർ സുനിയും പിന്നെ അതുപോലെ ദിലീപുമായിട്ടുള്ള കണക്ഷനൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളത് വീണ്ടും ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ഇന്നാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടത്. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല. ഇത് എന്നത്തെ ഇൻ്റർവ്യൂ ആണെന്ന് അറിയില്ല കേട്ടോ. ഓൺലൈൻ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള പേജിലാണ് കാണുന്നത്. മൂവി വേൾഡ് മീഡിയ തോന്നുന്നു, മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റ്, അതിൻ്റെ പേര് ഓൺലൈൻ കമ്പ്യൂട്ടേഴ്സ് തോന്നുന്നു. അതായത് ഇതിൻ്റെ ക്യാപ്ഷനാണ് പൾസർ സുനിയുടെ മാസ്റ്റർ പ്ലാൻ പിന്നിൽ ആ പ്രമുഖനാര്, ദിലീപിനോട് മലയാളികൾ മാപ്പ് പറയേണ്ടി വരുമോ, കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി അഖിൽ മാരാർ. പല സമയത്തും അഖിൽ ഇതുപോലെ എന്താ പറയുക ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്ന് ഷിജുവിനെ സപ്പോർട്ട് ചെയ്തിട്ടും പറഞ്ഞു കണ്ടു. എന്തൊക്കെയുണ്ട് ആ ഒരു കേസിലേക്ക് നമ്മൾ പോകണില്ല. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളുണ്ട്. രസം ആ ചോദിക്കാനുള്ള സാധനം നേരെ കമൻറ്റ് ബോക്സ് പോയി നോക്കിയപ്പോൾ അത് വളരെ വൃത്തിയിലും വെടുപ്പിലും ഒരാൾ 1, 2, 3 ബുള്ളറ്റ് പോയിൻറ്റ്സ് വെച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആ ഒരു സംഗതിയിലേക്ക് വരാം കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അഖിൽ പറയുന്ന ഈ ചങ്ങാതി അഖിൽമാരാർ പറയുന്ന കുറച്ച് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു അവനോട് കേട്ടോ. കുറച്ചുണ്ടായിരുന്നു. എന്തോ ഇത് കേൾക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പ്രകാരം എങ്ങനെ അറിയാം, അഖിലിനെ ഞാൻ കണ്ടിരുന്നത് വെറുതെ ഒരു വർത്തമാനം പറയാത്തൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് അഖിലിനെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അഖിൽ പിന്നെ ദിലീപിനെ ഈ വീഡിയോ കണ്ടു തുടങ്ങിയ സമയത്ത് ന്യായീകരിച്ചപ്പോൾ പറയുന്നുണ്ട് നാദിർഷയായിട്ട് ഇവൻ സംസാരിച്ച കാര്യങ്ങളും നാദിർഷ പറഞ്ഞ കേസും. അതായത് ബേസിക്കലി ദിലീപിനോട് അടുത്തുള്ള വ്യക്തി പറഞ്ഞാൽ നാദിർഷയാണ്. നാദിർഷ അറിയാതെ ദിലീപ് ഒരു വസ്തുവും ചെയ്യില്ല. നാദിർഷിനോട് ദിലീപ് ഷെയർ ചെയ്യാത്തടത്തോളം കാലം ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധ തെറ്റും ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ ചങ്ങാതി പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇവൻ എന്തെങ്കിലും പറയുന്നതിൽ ഒരു കാര്യമില്ലാതിരിക്കില്ല. കാരണം ഞാൻ ഈ ചങ്ങാതിയുടെ സംസാരം ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രതികരണവും കാര്യങ്ങളോ ഒന്നും വിടാതെ കംപ്ലീറ്റ് കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കേൾക്കുന്ന കാര്യത്തിൽ ഞാൻ ഇയാളുടെ ഒരു ഫാനാണ്. എനിക്കിഷ്ടമാണ് ഈ ചങ്ങാതി, നന്നായി സംസാരിക്കാൻ അറിവുള്ള ഒരാളാണ്. എല്ലാത്തിലും എല്ലാവരും കറക്റ്റ് ആയിരിക്കില്ല, ചില ഭാഗത്തൊക്കെ തെറ്റും. പക്ഷേ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് വന്നിരുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു ബിഗ് ബോസിലുള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തുടർന്ന് കാട്ടിയ സമയത്തൊക്കെ സീരിയസ്ലി ഇവനോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയതാണ്. പക്ഷേ ഈ ഒരു നിമിഷത്തിൽ ഈ വ്യക്തി ഇത്രയും റെസ്പെക്റ്റ് തോന്നിയിട്ട് നമ്മളിങ്ങനെ നമ്മളെ ചിന്തയ്ക്കനുസരിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി ഇത്രയധികം ഇങ്ങനത്തെ ഒരു കേസിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത്. അതർവൈസ് ഇഫ് ഇറ്റ് വുഡ് ഹാവ് ബീൻ സംബഡി എൽസ് ഞാനിത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇത് വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് WCC പാർവതിയുടെ ഒരു സ്റ്റോറി കണ്ടു കേട്ടോ, സ്റ്റേറ്റസ്. ഓക്കെ, WCCയിലെ പാർവതിയുടെ കേട്ടോ. ഫയർ ഡിസൂസ എന്ന് പറഞ്ഞിട്ടുള്ള ആരുടെ ഒരു സ്റ്റോറി അവർ റീഷെയർ ചെയ്തതാണ്. ദ സുപ്രീം കോർട്ട് ഹസ് ആസ്ക്ഡ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഹൗ മെനി വിറ്റ്നസസ് ആർ ലെഫ്റ്റ് ടു ബി എക്സാമിൻഡ് ഇൻ ആക്ട്രസ് സെക്ഷൽ അസോൾട്ട് കേസ് ഓഫ് 2017. അതായത് 2017 നടി ആക്രമിക്കപ്പെട്ട കേസിൽ എത്ര വിറ്റ്നസ്സുകളെ ഇനിയും വിചാരണ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ളത് സുപ്രീം കോടതി ചോദിച്ചു എന്നുള്ളത് ലൈവ് ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയത് ഇവരുടെ റീപോസ്റ്റ് ചെയ്താണ് കേട്ടോ. Prominent Malayalam actor Dileep is charged in the case as a conspirator behind the abduction and sexual assault of an actress in Kochi in February 2017. അതായത് പ്രോമിനൻ്റ് ആക്ടർ ദിലീപ് ചാർജ് ചെയ്യപ്പെട്ടു ഈ ഒരു കോൺസ്പിറസി ഗൂഢാലോചന, അവർ നടിയെ തട്ടിക്കൊണ്ടുപോയി അവരെ മാനഭംഗപ്പെടുത്തുന്ന ഇതുണ്ടായിട്ടുള്ള അത്രയും വളരെ ക്രിമിനൽ എന്താ പറയുക അത്രയും വലിയ അത് പോട്ടെ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയണ്ട, ഒരുപാട് പേര് ഒരുപാട് കാലം ചർച്ച ചെയ്ത. അപ്പോൾ അതിനെക്കുറിച്ചൊരു സംഗതി ഇന്ന് പാർവതി വളരെ എന്താ പറയുക റിസ്പെക്റ്റ് തോന്നുന്ന ഒരു സീരിയസ്ലി വളരെ റിസ്പെക്റ്റ് തോന്നുന്ന ഒരു ലേഡിയാണ് പാർവതി. കാരണം അവരുടെ ഒരു തുടക്കമാണ് പാർവതി അടങ്ങിയിരിക്കുന്ന WCCയുടെ അവരുടെ ഒരു ഫൈറ്റാണ്. ഇവരൊക്കെ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഈ ചങ്ങാതി ഇവരൊക്കെ കളിയാക്കുന്ന അവരുടെ ആ ഒരു റെബല്യൻ അല്ല എന്തായാലും പറയുക അവരുടെ ചെറുത്തുനിൽപ്പ് എന്താ പറയുകയെന്നറിയില്ല. ഓക്കെ വോട്ടെവർ. അപ്പോൾ ഇതിനുള്ള ഒരു സ്റ്റാർട്ടിങ്ങാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇതാണ് ആ കേസ് കൊടുക്കുന്ന സിറ്റുവേഷനിലാണ് ഹേമ കമ്മിറ്റി വരുന്നതും ഇപ്പോൾ ഈ കാണുന്ന എല്ലാം. ഇന്നിപ്പോൾ ഫൈനലായിട്ട് അമ്മയുടെ മക്കളെല്ലാവരും കൂടി കൂട്ടത്തോടു കൂടി മാറും മറ്റേ
മാണ്ടവും മാറാപ്പ് കൊടുത്തിട്ട് രാജ്യം വിടുന്ന ലിറ്ററലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ സ്പേസിൽ കമ എന്നൊരു അക്ഷരം മിണ്ടാൻ ത്രാണി പോലും ഇല്ലാതെ വാലും ചുരുട്ടി അവരൊക്കെ ഓടുന്ന സിറ്റുവേഷൻ ഉണ്ടായത് ഈ പാർവതിയെ പോലെയുള്ള രമ്യ നമ്പീശിനെ പോലെ അല്ലെങ്കിൽ റീമ കല്ലിങ്കൽ അവരൊക്കെ ഉൾപ്പെടുന്ന ഗീതു മോഹൻദാസ് പിന്നെ മഞ്ജു വാര്യർ ഇതിൽ അങ്ങനെ അവരെല്ലാവരും ഒക്കെ മഞ്ജു വാര്യരെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ അതിനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി കണ്ടു. ഇനി നമുക്ക് മാറാറുടെ ആ ഒരു എന്താണ് മാറാറ് പറഞ്ഞിട്ടുള്ളതെന്ന് കേൾക്കാം. എന്നിട്ട് നമുക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മളൊരു കമൻറ്റ് രൂപത്തിൽ വായിക്കുന്നതായിരിക്കും. കേരളത്തിലെ ജനതയ്ക്ക് എന്ത് ബോധ്യമാണുള്ളത് ഇയാൾ ഇത് ചെയ്തു എന്നുള്ളതിന്? കേരള പോലീസിന്റെ കണക്ക് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ളൊരു പോലീസ് ഇന്ത്യയിൽ വേറെ ഇല്ല. പോലീസിനൊരു അംഗീകാരം സ്പെഷ്യലി ഇന്ന് മാരാര വകണ്ട്. കേരള പോലീസിൻ്റെ പോലെ കേസ് എന്താണ് ഫാബ്രിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ലയാണ്. അപ്പോൾ പോലീസിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കോംപ്ലിമെൻ്റ് ആണ് ഇപ്പം മാരാര് കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഏത് രീതിയിൽ ഒരു കേസിനെ വളച്ചൊടിക്കാൻ പറ്റും. എന്നോട് നാദിർഷ നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നാദിർഷ അമേരിക്കയിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് പറഞ്ഞു, അഖിൽ എവിടെയും ചോദിച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് കണക്ക് ദിലീപുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ നിങ്ങളെ ചോദ്യം ചെയ്യണം, നിങ്ങളെ പ്രതിയാക്കണം എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, സാറേ അവൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എന്തെങ്കിലും ഒരു കയ്യബദ്ധം അവൻ്റെ ഭാഗത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവൻ ആരെ അറിയിച്ചില്ലെങ്കിലും അവൻ എന്നോടൊന്നും സൂചിപ്പിക്കും. അപ്പോൾ ഇങ്ങനൊരു കാര്യം അവൻ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ട് കൂടിയില്ല. ആ നാദിർഷ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ തന്നാൽ മതി. ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ നീ വരുമ്പോൾ പിന്നീട് സംസാരിക്കാം എന്ന് ദിലീപ് നാദിർഷയോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയും ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഇത് എഴുതി ചേർക്കുകയും കോടതിയിൽ വെച്ചിട്ട് നാദിർഷ ജഡ്ജിയോട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇയാൾ കള്ളത്തരം എഴുതി ചേർത്തിയാണ്. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണ്? ആങ്കർ തന്നെ ആകെ വടി പിടിച്ച കണ്ടീഷനായി. അവരെന്നെ ആകെ ഞെട്ടിയിട്ടുണ്ട്. കാരണം ഇത്രയും കോൺഫിഡൻസിൽ, കാരണം വെച്ചാൽ അഖിൽ മാരാർ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അറ്റ്മോസ്റ്റ് എന്താ പറയുക ഏറ്റവും എക്സ്ട്രീം കോൺഫിഡൻസിലാണ് സംസാരിക്കുക. പതിവ് തെറ്റിച്ചില്ല, ഇതിലും എക്സ്ട്രീം കോൺഫിഡൻസാണ്. ഞാനതാണ് ഫസ്റ്റ് ചോദിച്ചത്, ഇയാൾ ഇത്രയധികം കോൺഫിഡൻസിൽ, ബാക്കിയുള്ള കേസിലൊക്കെ ഏകദേശം നമുക്ക് ശരിയായി പോയി, അപ്പോൾ ഇത്രയും കോൺഫിഡൻസിൽ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്നൊരു നിമിഷം ചിന്തിച്ചു പോയി. പക്ഷേ സത്യത്തിൽ അതല്ല എന്നാണ് എൻ്റെ ഉള്ളിലുള്ള ബോധ്യം. ഒരാളെ അതായത് ഈ മറ്റേ പെൺപ്പെട്ട അല്ലെങ്കിൽ ക്രൂരമായ വിധേയായ നമുക്ക് ഒരു സ്ത്രീക്ക് പൂർണ്ണ പിന്തുണ നമുക്ക് കൊടുക്കാം. പക്ഷെ അത് ഇയാളാണ് ചെയ്തത് എന്ന് ഇവിടുത്തെ പൊതുസമൂഹം എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞത്, എന്താണ് നിങ്ങളുടെ ബോധ്യം? അയാൾ ആണ് ഇത് ചെയ്തത് എന്നുള്ളതിന് സമൂഹത്തിനുള്ള ബോധ്യം, ഇതിനുള്ള ബോധ്യം എന്താണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് പറയാട്ടോ. കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താണ് ഇപ്പം അദ്ദേഹം മഞ്ജു വാര്യരുമായിട്ട് ഡിവോഴ്സ് ആയതാണോ പ്രശ്നം? അതിന് നമ്മൾ കുടുംബ ജീവിതത്തിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒന്നിലധികം ആൾക്കാരോട് ഇഷ്ടം തോന്നിയേക്കാം. നിങ്ങൾ അക്കാര്യത്തെ വിമർശിച്ചോ. പക്ഷേ ഇതുപോലെ അത് മാത്രമല്ല, ദിലീപ് എന്ന മനുഷ്യൻ പൾസർ സുനിയെ കണ്ടിട്ട് കൂടിയില്ല, ഫോട്ടോ പോലും ഫാബ്രിക്കേറ്റഡ് ആണ്. അതുപോലും ഫാബ്രിക്കേറ്റഡ് ആണ് പോലീസ് വെച്ചേക്കുന്നത്. പക്ഷെ അതിപ്പം ഒരു അന്വേഷണം നടക്കുന്ന കോടതി മുൻപാകെ നിൽക്കുന്ന ഒരു കേസാണ് നടന്നത്. പിന്നെ അതിനെക്കാട്ടി ഈ ആങ്കർ കുറേ മെച്ചുവറായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ആളാണ് കേട്ടോ, ഞാൻ കണ്ടോടത്തോളം. പക്ഷേ അവർക്ക് ഈ കേസിനെ കുറിച്ചോ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ യാതൊരു വസ്തുവും അറിയില്ല. ഇത് അറിയുന്നൊരു വ്യക്തിയാണ് ആക്ച്വലി അവിടെ ഇരിക്കുന്നതെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആഷ്മിയുടെ ആ ഒരു സംഗതി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൽ കാണുന്നു കേട്ടോ. അപ്പോൾ ആഷ്മിയുടെ അത് കാണുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും മാരാരോട് വീണ്ടും റെസ്പെക്റ്റ് കൂടുക ഉണ്ടായത്. പക്ഷെ ഇത് കണ്ട സമയത്ത് വേറൊരു കാര്യം, നഗരമധ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ ഒരു പെൺകുട്ടിയെ വെച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ആ പെൺകുട്ടിയുടെ ജീവിതം നോക്കണം. ഇതാണല്ലോ ഉദ്ദേശം. അതായത് നമ്മളെ മുന്നിലേക്ക് എത്തിയ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ പർട്ടിക്കുലർ നടിയോട് വിരോധം തോന്നിയ ഒരു സിനിമാ നടൻ അയാൾ ഈ കുട്ടിയുടെ ജീവിതം ശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അയാൾ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ആ പെൺകുട്ടിയെ സമൂഹ മധ്യത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ എന്താണ്? അതാണ് ലോകത്ത് കോമൺ സെൻസുള്ള ഒരാളും ചെയ്യാത്ത ഒരു പ്ലാൻ. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ വെച്ച് ഈ കുട്ടിയെ ദൃശ്യങ്ങൾ പകർത്തുക. ഈ ദൃശ്യങ്ങൾ പുള്ളിക്ക്, അതായത് ഇവർ പരാതി കൊടുക്കുമെന്നോ ഇത് കേസാകുമെന്നോ അറിയത്തില്ലല്ലോ. ഒരു ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് അവളുടെ ഏത് പരമായിട്ടുള്ള ഒരു വീഡിയോ പകർത്തിയാലും ഇത് ആർക്ക് ആസ്വദിക്കാൻ പറ്റും? ഇതങ്ങനെ അത് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു സ്ത്രീയാണ്, ഇത്തരം ഒരു ദൃശ്യം
കേരളത്തിൽ എത്ര സ്പ്രെഡായാലും ആ കുട്ടിയോട് സഹാനുഭൂതിയും അനുകമ്പയും അല്ലാതെ ആർക്കെങ്കിലും മറ്റൊരർത്ഥത്തിൽ അതിനെ കാണാൻ കഴിയുമോ? അതായത് ഉപദ്രവിച്ചു കൊണ്ടുള്ള ഒരു വിഷ്വലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവൾ ആസ്വദിക്കുന്ന ഒരു വിഷ്വൽ കിട്ടണം. അല്ലെന്നുണ്ടെങ്കിൽ അവൾ ചേട്ടാ ഇതൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നതെന്ന് ഞാൻ ചിന്തിച്ചു നോക്കാം. സീരിയസ്ലി ഞാൻ ഈ ചങ്ങാതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം നമ്മൾ ഇയാളിത് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ആക്രമിക്കപ്പെട്ടുള്ള ആ ഒരു നടി അവർ ആ നിമിഷത്തിൽ അനുഭവിച്ചിട്ടുള്ളത് കയറി വരികയാണ്. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അങ്ങനെ കയറി വരുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ ഹൗ ക്യാൻ സംബഡി സേ ലൈക്ക് ദിസ്, ഇത്രയും സ്പഷ്ടമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ ഒരു മനുഷ്യന് ഇത് പറയാൻ കഴിയും? അല്ലെങ്കിൽ അതായത് ഒരു ദൃശ്യം, അതായത് പ്രേക്ഷകരെ, അതായത് ഒരാളെ അപമാനിക്കാവുന്ന ഉദ്ദേശത്തിൽ, ഞാൻ പറഞ്ഞത് ക്രൂരമായി ഉപദ്രവിക്കുന്നതാണല്ലോ അല്ലെങ്കിൽ ബലമാണല്ലോ, അതിനെ ഒരിക്കലും സമൂഹത്തിൽ ഒരാളെ നാറ്റിക്കാൻ പറ്റില്ല. ഇതാണല്ലോ പ്ലാൻ. ഞാൻ പറഞ്ഞത് ഇവരുടെ ഒരു പ്ലാൻ ആരായിക്കോട്ടെ, ഇങ്ങനൊരു പ്ലാനാണ് ഇവർ തയ്യാറാക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്ലാൻ ദിലീപിനെ പോലെ ചെയ്യില്ല എന്ന് പറയാനുള്ള കാരണത്തിലേക്കാണ് ഞാൻ വരുന്നത്. 2, നഗരമധ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു വീഡിയോ ദൃശ്യം ചിത്രീകരിക്കാൻ ഈ വണ്ടിക്കകത്ത് എത്രത്തോളം വെട്ടമുണ്ട്? രാത്രിയിലാണ്. അതായത് വ്യക്തതയില്ലാത്ത, ഷെയ്ക്കാവാൻ സാധ്യതയുള്ള, ഒരു പ്രോപ്പറല്ലാത്ത ഒരു ദൃശ്യം കിട്ടത്തക്ക രീതിയിൽ ഇത്രയും വിവരക്കേട്. ഇനി ഈ വണ്ടി എവിടെങ്കിലും പോയി തട്ടിയില്ലെങ്കിൽ എന്താകും അവസ്ഥ? പിടിക്കപ്പെടണമെന്നും പൾസർ സുനി പോലീസിന്റെ അകത്താകണമെന്നും ഉദ്ദേശിച്ചിട്ടുള്ള കാര്യത്തിലുള്ള ഇത് ചെയ്യുന്നത്. ഒരു കുറ്റകൃത്യം ഒരാൾ പ്ലാൻ ചെയ്താൽ ആ കുറ്റകൃത്യം എഫക്റ്റീവായിട്ട് തന്നെ വരണം. അയാൾക്ക് റിസോർട്ട് ചൂസ് ചെയ്യാം, ഒരു ഹോട്ടൽ റൂം ചൂസ് ചെയ്യാം. അതായത് പുറത്ത് നിർഭയ കേസ് നടന്നിട്ടുള്ളത് ഒരു ബസ്സിനകത്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ബസ് എവിടെയെങ്കിലും പോയി കുത്തിയിരുന്നെങ്കിലോ, അതിൻ്റെ ടയർ പഞ്ചറായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ആയിരുന്നെങ്കിലോ, എന്തൊക്കെ വിവരക്കേടോ ഇവൻ വിളിച്ച് പറയുന്നത്. ഇതിനൊക്കെ എന്നാ ഒരു കാര്യം, ഇതിൻ്റെ കേസിൻ്റെ ചുമതല കംപ്ലീറ്റ് കൊടുത്തിട്ട് ജഡ്ജിയും എല്ലാം ഇവനെ അങ്ങോട്ട് ആക്കിയാൽ മതിയല്ലോ. വരാത്ത രീതിയിലുള്ള ഒരു സ്പേസിലേക്ക് എത്താം. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പിടിച്ചു തള്ളക്കോ ബഹളങ്ങളോ വണ്ടിക്കുള്ളിൽ നടന്നാൽ സ്വാഭാവികമായിട്ടും ഈ വാഹനം ഒരു അപകടത്തിൽ പോയി പെട്ടേക്കാം. അങ്ങനെ പെട്ടാൽ തൻ്റെ പ്ലാൻ പൊളിയും. ഞാൻ ചോദിച്ചത്, ഒരു സാധാരണ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വന്ന് മലയാള സിനിമയെ ഏറെക്കുറെ കയ്യിലാക്കത്തക്ക രീതിയിൽ ബിസിനസ് പ്ലാനുകളും തന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു നടൻ ഇത്രയും വിഡ്ഢിത്തരം 1.5 കോടി രൂപ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞിട്ട് 10,000 രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ഇത് ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ ഗജഫ്രാഡല്ലേ അവൻ? അവനിത് ആർക്ക് വേണ്ടി ചെയ്തു? അവൻ എന്തിനു വേണ്ടി ദിലീപിന്റെ പേര് പറഞ്ഞു? ഇതാണ് സത്യത്തിൽ കണ്ടുപിടിക്കാൻ. അതെ, സത്യത്തിൽ അത് കണ്ടുപിടിച്ചോട്ടെ. പക്ഷെ ഒരു കാര്യം ചോദിക്കാണ്ട്, സന്തോഷ് വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇതിലൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ചോദിക്കാനുള്ള സംഗതികളൊക്കെ ഒരുവിധം ഇയാൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതങ്ങോട്ട് ഡയറക്റ്റായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാനുള്ള സംഭവങ്ങൾ അതിൽ കംപ്ലീറ്റ് ആയിക്കിട്ടും. ഓക്കെ, എടോ മാരാറെ, നിനക്ക് മറുപടി തരേണ്ട എന്ന് വിചാരിച്ചതാ, പക്ഷെ നീ ഊള ആക്കരുത് ജനത്തെ. ഓക്കെ, എടാ മാരാറെ, ദിലീപിൻ്റെ ഫോണിൽ നിന്ന് എങ്ങനെ കിട്ടി ക്രൈം ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് ഡീറ്റെയിൽസ്? ഓക്കെ, ദിലീപ്, സുനി, ബാലേന്ദ്രൻ ഇവരുടെ ഫോൺ ലൊക്കേഷൻ ഒരു സമയം ദിലീപിൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ ആയിരുന്നു എന്ന് കണ്ടെത്തിയ സയൻറ്റിഫിക് ഇൻഫർമേഷൻ നീ ഫ്രോഡ് എന്നാണോ പറയുന്നത് ജനത്തോട്? ദിലീപ് ഫോൺ മുഴുവൻ ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അത് എന്താടാ? ഇത് ലാബിൽ അയച്ച് സ്ഥിരീകരിച്ചത് നീ അറിഞ്ഞില്ലേ? ജഡ്ജിനെ സ്വാധീനിക്കാൻ പറ്റി എന്ന് പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ? ഇനി ഒന്നും പേടിക്കേണ്ട, ആത്മബന്ധം പുതുക്കാൻ ആയി എന്ന്. രഞ്ജിമാരുടെ മൊഴി നീ കേട്ടോ? സായി ശങ്കർ മൊഴി, ബാലചന്ദ്രൻ മൊഴി, സാഗർ വിൻസെൻ്റ് മൊഴി, പിന്നെയും നീ ജനങ്ങളെ എന്ന് പറഞ്ഞിട്ടൊരു സ്മൈലി സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ദിലീപ് സുനിയെ കണ്ടിട്ടില്ല, പോടാ. ബാലേന്ദ്രകുമാർ, സുനി ഇവർ രണ്ടുപേരും ഒരേ ശബ്ദത്തിൽ പറയുന്നു ദിലീപ് വീട്ടിൽ അവർ കണ്ടിട്ടുണ്ട് എന്ന്. നിനക്ക് ലിങ്ക് വേണോ? ഇതുകൂടാതെ തെളിവ് പോലീസ് പക്കലുണ്ട്. ദിലീപ് എന്തിനാടാ ഫോൺ ഡാറ്റ IT എക്സ്പേർട്സിനെ വെച്ച് നശിപ്പിച്ചു കളഞ്ഞത്? അതിൽ നിന്ന് വീണ്ടും എടുത്ത് പല മൊഴികൾ ദിലീപിൻ്റെ ഏറ്റവും അടുത്ത ആൾ തന്നെ സ്ഥിരീകരിച്ചു. ബാലേന്ദ്രൻ കൊടുത്ത ഓഡിയോ ക്ലിപ്പ് നീ കേട്ടിട്ടുണ്ടോ? പച്ചയ്ക്ക് കത്തിക്കും അവളെ എന്ന് ഭാമയോട് ദിലീപ് പറഞ്ഞത് അറിയാമോ? പോലീസിൽ ഈ മൊഴി കൊടുത്ത് ഭാമ ഇത് കോടതിയിൽ മാറ്റിയത് അറിയുമോ? സിദ്ദിഖ് കൊടുത്ത മൊഴി പിന്നെ അത് മാറ്റിയത്. സാഗർ വിൻസെൻറ്റിൻ്റെ മൊഴി മാറ്റി ക്യാഷ് കൊടുത്തു. പക്ഷേ ഇപ്പോൾ സാഗർ വീണ്ടും ശരിയായ മൊഴി കൊടുത്തു. സുനി, നിൻ്റെ പേരിൽ എന്താ എഴുതാഞ്ഞത്? സുനി ആരുടെ ഡ്രൈവർ എന്ന് നിനക്കറിയുമോ? സുനിയെ ദിലീപിനെ ഇതേ ദിനം ഒന്നിച്ച് കണ്ടെന്ന മൊഴി പറഞ്ഞ മനുഷ്യൻ മൊഴി മാറ്റിയത് അറിയുമോ? ആദ്യം പറഞ്ഞ മൊഴി മാറ്റി 21 അമ്മയുടെ പ്രവർത്തകരുടെ മൊഴി നീ കേട്ടിട്ടുണ്ടോ? നീ ജനത്തെ പൈസ മേടിച്ച് പറ്റിക്കാൻ വന്നതാണോ? നടി ആക്രമിക്കപ്പെട്ട ദിനം ദിലീപ് ഹോസ്പിറ്റലിൽ എന്ന് വ്യാജരേഖ ഉണ്ടാക്കിയത് അറിയുമോ?
ഓടാ എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗും കൂടിയിട്ട് ഈ ഒരു സംഗതി അവസാനിക്കുന്നു. ബാക്കിയുള്ള കമൻസ് വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടിയിൽ ആ വീഡിയോൻ്റെ അടിയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം, ഞാൻ എവിടെ നിന്നാണ് കണ്ടെന്നുള്ളത്. അപ്പോൾ പിന്നെയും ഞാൻ പറയുന്നു, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള അഖിൽ മാരാർ, ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് വളരെ ക്ലോസ് ചെയ്ത് വാച്ച് ചെയ്താൽ അപ്പോഴാണല്ലോ ഈ ചങ്ങായി പുറത്തേക്ക് വന്നത്. ഞാൻ ആദ്യം എതിർത്തിട്ടുള്ളൊരു അഖിൽ മാരാർ, പിന്നീട് ബിഗ് ബോസ് കണ്ട സമയത്ത് നമുക്ക് ഇഷ്ടം തോന്നിയ അഖിൽ മാരാർ, പിന്നെ അവിടെ നിന്ന് എല്ലാ കേസിലും നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് തന്നെ ഇയാൾ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു അഖിൽ മാരാരുടെ ഭാഗത്തുനിന്ന് ദിലീപിനെ ന്യായീകരിച്ചുകൊണ്ട് ഇനീഷ്യലി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു നിമിഷം ഞാൻ വരെ ചിന്തിക്കാൻ ഞാൻ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഭഗവാനെ ഇനി എന്തെങ്കിലും ഇയാൾ പറഞ്ഞാൽ സത്യം ഉണ്ടായിരിക്കുമോ, ദിലീപ് നിരപരാധിയാണോ എന്ന് ചിന്തിക്കുന്നത് പോയി. പിന്നെ ബാക്കി ഇയാൾ പറഞ്ഞ് കേട്ട സമയത്തൊക്കെ അത് ആ കമൻറ്റ് ചോദിച്ച ചില കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമില്ല, കാരണം ആ കേസിൻ്റെ നാൾ വഴി എല്ലാ പരിപാടികളും നമ്മളെല്ലാവരും നോക്കി കണ്ടതാണ്. അപ്പം അതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് എനിക്കറിയില്ല, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഈ ഒരു കേസിൽ നിങ്ങളുടെ കമൻറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സീരിയസ്ലി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ.